രാജനെഴുന്നള്ളും യാഗവേദിയൊരുങ്ങീതാ. വാനദൂതരോടണി ചേരാ ആത്മബലിയർപ്പിക്കാം. രാജരാജനെഴുന്നള്ളും യാഗവേദിയൊരുങ്ങീതാ. വാനദൂതരോടണി ചേരാ ആത്മബലിയർപ്പിക്കാം. പൂർണ്ണാത്മാവാൽ ആരാധിക്കാം, സുരഭില കാഴ്ചകളേകാം. പൂർണ്ണാത്മാവാൽ ആരാധിക്കാം, സുരഭില കാഴ്ചകളേകാം. കർത്താവേ, പ്രപഞ്ചം സംസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേ തിരുമനസ്സാലാണല്ലോ. അങ്ങേ തിരുവുള്ളത്തിനെതിരായി ഒന്നിനും നിലനിൽക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ സകലതും സ്വർഗവും ഭൂമിയും സ്വർഗീയതലത്തിൽ ഉൾക്കൊള്ളുന്ന സർവവും അങ്ങ് സൃഷ്ടിച്ചു. അങ്ങ് സകലത്തിൻ്റെയും കർത്താവാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹിതരെ, നമ്മൾ ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ എത്രമാത്രം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് വരുന്നത്. ദൈവത്തിൻ്റെ നമ്മോടുള്ള ബന്ധം സംശയാസ്പദമല്ല, എപ്പോഴും അതുണ്ട്. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ കർത്താവിനോട് അടുത്തിരിക്കുന്നതിന് എന്തുമാത്രം നമ്മൾ ഉത്സാഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കൂടെയായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുറ്റങ്ങളും പാപങ്ങളും എല്ലാം കർത്താവെ ക്ഷമിക്കണമെന്നിപ്പോൾ മാപ്പപേക്ഷിക്കാം. അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ഞങ്ങളുടെ ശൂന്യതയിൽ നിന്ന് അങ്ങയുടെ പൂർണിമയിലേക്ക് ഉയർത്തുന്ന കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരേഖത്താൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണല്ലോ. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി എന്നെന്നും ജീവിച്ചു വാഴുന്ന കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അമിത്തായിയുടെ പുത്രൻ യോനയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന താർഷിഷിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും മറയാൻ ഒരുങ്ങി. അവൻ ജോപ്പായിലെത്തി അവിടെ താർഷിഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്രാക്കൂലി കൊടുത്ത് അവൻ അതിൽ കയറി. അങ്ങനെ താർഷിഷിൽ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് അവൻ കരുതി. എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അയച്ചു. കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി. കപ്പൽ യാത്രക്കാർ ഭയഭ്രാന്തരായി. ഓരോരുത്തരും താന്താങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ യോന കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ കപ്പിത്താൻ അടുത്തു വന്ന് അവനോട് ചോദിച്ചു, നീ ഉറങ്ങുന്നോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. അനന്തരം അവർ പരസ്പരം പറഞ്ഞു, ആര് നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം ഭവിച്ചതെന്നറിയാൻ നമുക്ക് നറുക്കിടാം.
അവർ നറുക്കിട്ടു. യോനാക്ക് നറുക്ക് വീണു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, പറയൂ, ആര് നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത്? നിന്റെ തൊഴിൽ എന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏതാണ്? നീ ഏത് ജനതയിൽപ്പെടുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഒരു ഹെബ്രായനാണ്. കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെ ആണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ട് അവനോട് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്തത്? അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞ് അവർ അറിഞ്ഞു. അവർ അവനോട് പറഞ്ഞു, കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം? കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, അപ്പോൾ കടൽ ശാന്തമാകും. എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കപ്പൽ കരയ്ക്ക് അടുപ്പിക്കുന്നതിനായി അവർ ശക്തിപൂർവ്വം തണ്ടുവലിച്ചു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം ക്ഷോഭിക്കുകയായിരുന്നു. അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാനിടയാകരുതേ. നിഷ്കളങ്ക രക്തം ചിന്തിയെന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. കർത്താവെ, അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചത്. അനന്തരം അവർ യോനയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ഉടൻ കടൽ ശാന്തമായി. അപ്പോൾ അവർ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും നേർച്ച നേരുകയും ചെയ്തു. യോനയെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. യോന 3 രാവും 3 പകലും ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞു. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ മത്സ്യത്തോട് കൽപ്പിച്ച് അത് യോനയെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. കർത്താവെ, കർത്താവേ, അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്ക് ഉത്തരം മരളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. കർത്താവേ, കർത്താവേ, അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക്, സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. കർത്താവേ, കർത്താവേ, അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? കർത്താവേ, കർത്താവേ, അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. കർത്താവേ, കർത്താവേ, അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. പാതാളത്തിൽ നിന്നും പൊക്കിയെടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും.
അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തേക്ക് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ച് കെട്ടി. കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവ് ആകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേട്ട ആദ്യ വായന നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യം തന്നെയാണ്. യോനായെ ദൈവം ഒരു പ്രത്യേക കാര്യത്തിന് നിയോഗിച്ചെങ്കിലും യോന അവിടേക്ക് പോകാൻ തയ്യാറായില്ല. താൻ ഇഷ്ടപ്പെട്ട ടാർസൂസിലേക്ക് കപ്പൽ കയറി. അപ്പോൾ അവിടെ വെച്ച് സംഭവിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അവൻ നിമിത്തം ആ കപ്പലിലുള്ളവരെല്ലാം, കൊടുങ്കാറ്റ് വരികയും കപ്പലിലുള്ളവരെല്ലാം മരിക്കാറാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ അവരെ എത്തിച്ചു. അവൻ തന്നെയാണ് കുറ്റക്കാരനെന്ന് അറിഞ്ഞപ്പോൾ അവൻ സ്വയം കപ്പലിലുള്ളവരോട് പറഞ്ഞു, എന്നെ കടലിലേക്ക് എറിയുക. അങ്ങനെ കടലിലേക്ക് എറിഞ്ഞപ്പോൾ കാറ്റെല്ലാം നിന്ന് ശാന്തമായി. വീണ്ടും ഒരു മത്സ്യം വന്ന് അവനെ വിഴുങ്ങുകയും 3 ദിവസങ്ങൾക്ക് ശേഷം അവൻ കർത്താവ് ആജ്ഞാപിച്ച സ്ഥലത്ത് കൊണ്ട് മത്സ്യം കരയിൽ ഛർദ്ദിച്ച് കളയുകയും ചെയ്തു. ബലമായിട്ട് ദൈവം അവനെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പറഞ്ഞയച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. വേറെ വഴിയില്ലാതെ അവൻ അവിടെയെല്ലാം പ്രസംഗിച്ച് നടന്നു. അതുകൊണ്ട് ആ നിനിവയിലുള്ള ജനങ്ങളെല്ലാം ചാരം പൂശി ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വരാനിരുന്ന വലിയ ആപത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അറിഞ്ഞാലും ഒരു നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലും നമ്മളുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയുള്ള വഴികളാണ് നമ്മൾ നോക്കുക. നമ്മുടെ സുഖത്തിന് വേണ്ടിയുള്ള വഴികളാണ് നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ ഇതിൽ ഒരു ടേൺ അറൗണ്ട് വരേണ്ടിയിരിക്കുന്നു. ദൈവം ഇടപെട്ടാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. മനസ്സ് തിരിഞ്ഞ് നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരണം. അതിനുവേണ്ടി നമുക്ക് ഇന്നത്തെ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പിക്കാം. കാഴ്ചയണച്ചീട തിരുമുൻപിൽ സുതനണയുമ്പോൾ സദയം സ്നേഹ ബലിയായി ഇവയെ മാറ്റാൻ കനി
ചയണച്ചീട തിരുമുൻപിൽ സുതനണയുമ്പോൾ സദയം സ്നേഹ ബലിയായി ഇവയെ മാറ്റാൻ കനിയുക നീ. തൂവേർപ്പിൻവില ഈയപ്പം മുന്തിരി നീരുമോടൊന്നിച്ച് പാവനമായൊരു ഭോജനമാ നിത്യവുമേകാൻ കനിയുക നീ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യ രഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവ്വം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉത്ഥാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേപ്പോൾ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിൻ ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ
കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ചു ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. അപ്പം ഒന്നേയുള്ളൂ, പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും നാം എല്ലാവരും ഭാഗഭാക്കുകളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച കൂദാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരുമാകാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടാനും അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കർത്താവിൻ പ്രിയപുത്രി നീ, കർത്താവിൻ പ്രിയദാസിനി, കർത്താവിൻ മാതാവു നീ, കന്യാമറിയമേ സ്വസ്തി.